ടെക് ട്രിവാൻഡ്രം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുബർനെറ്റിസ് എന്ന് പറഞ്ഞൊരു ബിഗിനേഴ്സ് ട്യൂട്ടോറിയൽ സീരീസാണ്. കുബർനെറ്റിസ് ബിഗിനേഴ്സിന് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു സീരീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് 4ാമത്തെ സെഷനാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഈ സെഷനിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഓളിയംസിനെ കുറിച്ചാണ്. കുബർനെറ്റിസിൻ്റെ ഓളിയംസ്, എന്തിനാണ് കുബർനെറ്റിസിൽ നമ്മൾ ഓളിയംസ് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ അതിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വോളിയംസ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത്. അപ്പം മുമ്പത്തെ സെഷൻസ് കണ്ടിട്ടില്ലാത്തവർ ഉറപ്പായിട്ട് അത് കണ്ടിട്ട് വേണം ഈ ഒരു വോളിയംസിലോട്ട് വരാൻ. കാരണം കുബർനെറ്റിസിൻ്റെ ബേസിക്സ് ഒക്കെ ഞാൻ മുമ്പത്തെ സെഷൻസിലാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതുവരെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ദയവേദൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനിടയ്ക്ക് സിമിലറായിട്ടുള്ള ടെക്നോളജീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനലിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് സെഷനിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്ന ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം, ഈ ഒരു ഓളിയം കോൺസെപ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു കുബർനെറ്റിസ് ക്ലസ്റ്ററിൽ നമ്മൾ മുമ്പ് കാണിച്ചിരുന്ന സെയിം എക്സാമ്പിൾ തന്നെയാണ്. 2 പോഡ്സ് റൺ ചെയ്യുന്നുണ്ട്. 2 പോഡ്സും അതിനകത്ത് 2 കണ്ടെയ്നേഴ്സും റൺ ചെയ്യുന്നുണ്ട് അല്ലേ? നിങ്ങൾക്ക് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഒന്ന് നമ്മൾ PHP ആപ്ലിക്കേഷൻ്റെ ഒരു കണ്ടെയ്നർ ഉണ്ട് ആ ഒരു പോഡിനകത്ത്. രണ്ടാമത്തത് ഒരു MySQL ഡാറ്റാബേസും റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെയിൻ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബൈ ഡിഫോൾട്ടായിട്ട് കുബർനെറ്റിസ് പോഡ്സിന് ഡേറ്റ പെർസിസ്റ്റൻസ് ഇല്ല. അപ്പോൾ അത് എന്താണ് മീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്ന സമയത്ത് റൺ ടൈമിൽ ഈ ഒരു PHP ആപ്ലിക്കേഷൻ കറസ്പോണ്ടിങ് ആയിട്ട് അതിന് ഡേറ്റാബേസ് കണക്റ്റഡ് ആണ് ഇവിടെ MySQL. അപ്പം അത് ഈ ഒരു MySQL ഡേറ്റാസ് ജനറേറ്റ് ചെയ്യും അല്ലേ? ഈ ഒരു ഡേറ്റാബേസിൽ അതിന് റണ്ണിങ് ടൈമിൽ ഡേറ്റാസ് ജനറേറ്റ് ചെയ്യും. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതുപോലെ ഈ ഒരു പോഡോ അല്ലെങ്കിൽ ഇതിനകത്തുള്ള കണ്ടെയ്നർ ഒന്ന് റീസ്റ്റാർട്ട് ആവുകയോ, അല്ലെങ്കിൽ അത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത് ഡൈ ആയിട്ട് പുതിയത് ഇവിടെ റീപ്ലേസ് ആയി വരികയോ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മുമ്പുണ്ടായിരുന്ന ആ ഒരു കണ്ടെയ്നർ ജനറേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഡേറ്റ ലോസ് ആയിപ്പോവും. അപ്പോൾ ഇതാണ് ബൈ ഡിഫോൾട്ടായിട്ട് കുബർനെറ്റിസ് പോഡ്സിൻ്റെ ഒരു ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇതിന് ഡേറ്റ പെർസിസ്റ്റൻസ് ഇല്ല ബൈ ഡിഫോൾട്ടായിട്ട് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതിന് ഒരു പരിഹാരമായിട്ടാണ് നമ്മൾ ഓളിയം എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് നമ്മളിപ്പോൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. നമുക്ക് എന്താണ് ഓളിയംസ് എന്നുള്ളത് നോക്കി മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓളിയംസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. അപ്പോൾ ഈ ഓളിയംസ് ആക്ച്വലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കുബർനെറ്റിസിൻ്റെ ഈ പോഡ്സിനെ ഒരു ഫയൽ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കാരണം ഈ ഒരു പോഡിൻ്റെ അല്ലെങ്കിൽ അതിനകത്തുള്ള കണ്ടെയ്നറിൻ്റെ ലൈഫ് ടൈം, ആ ഒരു പോഡിൻ്റെ ലൈഫ് ടൈമും ഈ ഒരു ആക്ച്വൽ ഡേറ്റ അത് ജനറേറ്റ് ചെയ്യുന്ന ഡേറ്റയും തമ്മിൽ ഇൻഡിപെൻഡൻ്റ് ആക്കും. അതായത് ഈ ഒരു പോഡ് റീസ്റ്റാർട്ടായി പോവുകയോ അല്ലെങ്കിൽ അത് ഡൈ ആയിട്ട് പുതിയൊരു പോഡ് ക്രിയേറ്റായി വരികയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും ഇത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഡേറ്റ നഷ്ടപ്പെട്ടു പോവില്ല. ഇതും ഈ ഒരു പോഡിൻ്റെ ലൈഫ് ടൈമുമായിട്ടത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതായത് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഫസ്റ്റ് സ്ലൈഡിൽ കാണിച്ച് മനസ്സിലാക്കിയതുപോലെ ഒരു പോഡ് റീക്രിയേറ്റായി വരുന്നത് കാരണം ആദ്യത്തെ പോഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഡേറ്റ ലോസായി പോവില്ല. കാരണം അത് ഇൻഡിപെൻഡൻ്റ് ആവും നമ്മൾ വോളിയംസ് യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഈ പറഞ്ഞ ഫയൽ സിസ്റ്റം നമുക്ക് ഒന്നുകിൽ ലോക്കൽ മെഷീനിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാം, അതായത് ഈ കുബർനെറ്റിസ് റൺ ചെയ്യുന്ന ആ ഒരു മെഷീനിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ കുബർനെറ്റിസ് ക്ലസ്റ്ററിന് ഔട്ട്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ലൗഡിൽ ഏതെങ്കിലും ഒരു ക്ലൗഡ് ഉള്ള ഒരു സ്റ്റോറേജ് ഉപയോഗിക്കാം. അതായത് AWSലോ അഷ്യൂറിലോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ക്ലൗഡിലുള്ള ഒരു സ്റ്റോറേജ് യൂസ് ചെയ്തിട്ട് അത് നമുക്ക് നമ്മുടെ റൺ ചെയ്യുന്ന ഈ ഒരു കുബർനെറ്റിസ് ക്ലസ്റ്ററുമായിട്ട് കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഓൺ പ്രമിസിൽ തന്നെ ഉള്ള ഡാറ്റാ സെൻറ്ററിലുള്ള ഒരു സ്റ്റോറേജുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതൊന്നും ഈ കുബർനെറ്റിസ് റൺ ചെയ്യുന്ന മെഷീൻ്റെ പാർട്ടാവണമെന്നില്ല. നമുക്ക് ഇതിലോട്ട് റെഫറൻസ് കൊടുത്താൽ മതി എവിടെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫയൽ സിസ്റ്റം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോറേജസ് എല്ലാം നമുക്ക് കുബർനെറ്റിസിൻ്റെ വോളിയംസിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിൽ കുറേ ടൈപ്സ് ഓഫ് വോളിയംസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അതിൽ കുറച്ച് ടൈപ്സ് ഉള്ള ഏതൊക്കെയാണ് നെക്സ്റ്റ് സ്ലൈഡിൽ ഞാനത് പറഞ്ഞുതരാം ജസ്റ്റ് ബ്രീഫായിട്ട്. അതിൽ MD ഡയറക്ടറി, പിന്നെ ഹോസ്റ്റ് പാത്ത്, കോൺഫിഗ് പാത്ത്, സീക്രട്ട്, ഇത് രണ്ടും നമ്മൾ മുമ്പ് നോക്കിയതാണ്. പിന്നീട്
PVC എന്ന് പറയുമ്പോൾ പെർസിസ്റ്റൻ്റ് വോളിയം ക്ലെയിം എന്നാണ് വരുന്നത്, അത് പറഞ്ഞുതരാം. പിന്നീട് NFS, പിന്നീട് CSI കണ്ടെയ്നർ സ്റ്റോറേജ് ഇൻ്റർഫേസ് എന്ന് പറയും, പിന്നെ EBS അതായത് നമ്മുടെ ഇലാസ്റ്റിക് ബ്ലോക്ക് സ്റ്റോർ AWSൻ്റെ, പിന്നീട് അഷുർ ഡിസ്ക്, പിന്നെ പ്രൊജക്റ്റഡ്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടുള്ള വോളിയം ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുബർനെറ്റീസിലുള്ള. അപ്പോൾ അത് എന്തെല്ലാം ഓരോന്നും എന്താണ് എന്നുള്ളത് ഞാൻ പെട്ടെന്ന് ഒന്നൊരു വളരെ ബ്രീഫായിട്ട് നമുക്കിവിടെ പറഞ്ഞു തരാം. ഇത് ഓരോന്നും തന്നെ വളരെ വാസ്റ്റായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉണ്ട്, എക്സാമ്പിൾസ് എല്ലാം ഉണ്ട്. അത് നിങ്ങൾ കുബർനെറ്റീസിൻ്റെ ഡോക്യുമെൻറ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ നമുക്ക് വോളിയം ടൈപ്സ് നോക്കാം. നമുക്ക് MD ഡയറക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ജസ്റ്റ് ടെമ്പററി പർപ്പസിനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് വോളിയമാണ് MD ഡയറക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെമ്പററി സ്റ്റോറേജിനൊക്കെ വേണ്ടിയിട്ടാണ്. ടെമ്പററി സ്റ്റോറേജ് ഇൻ ദ സെൻസ് നമ്മളിപ്പം ക്യാഷിങ്ങിനോ ടെമ്പററി ആയിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യാനോ അങ്ങനെയുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ MDDIR എന്ന് പറഞ്ഞ് ഈ ഒരു വോളിയം ടൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ ആദ്യത്തെ ഡിഫോൾട്ട് കേസ് പോലെ തന്നെ പോഡിൻ്റെ ലൈഫ് ടൈം ആയിട്ട് റിലേറ്റഡ് ആയിട്ടിരിക്കും. ആ ഒരു പോഡ് ഡൈ ആയി കഴിയുമ്പോൾ ഈ ഒരു MD ഡയറക്ടറി ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതങ്ങ് ഡിലീറ്റ് ആയി പോകും, അതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ. അതായത് ഒരു പോഡിൻ്റെ ലൈഫ് സ്പാനുമായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ് ഈ ഒരു MDDIR എന്ന് പറഞ്ഞ വോളിയം ടൈപ്പ്. ഓക്കെ, അടുത്താണ് ഹോസ്റ്റ് പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഹോസ്റ്റ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഒരു കുബർനെറ്റീസ് ക്ലസ്റ്റർ റൺ ചെയ്യുന്ന ഒരു മെഷീൻ അല്ലേ. അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഈ ഒരു കുബർനെറ്റീസ് അത് നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഈ ഒരു കുബർനെറ്റീസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ആ ഒരു എൻവയോൺമെൻറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നിങ്ങളുടെ വിൻഡോസ് മെഷീനിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ലിനക്സ് മെഷീനിലോ ലാപ്ടോപ്പിലോ ഉള്ള ആ ഒരു ലിനക്സ് മെഷീൻ, ആ ഒരു OS ആയിരിക്കും ഇതിൻ്റെ ഹോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലുള്ള നിങ്ങളുടെ ലിനക്സ് മെഷീനിലുള്ള ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് അതാണ് നമ്മളിവിടെ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. അതിനകത്ത് നമ്മൾ ഫയൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ട് അത് നമ്മൾ ഇതിനകത്ത് മൗണ്ട് ചെയ്തിട്ട് അതിലോട്ടാണ് ഡേറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് ഈ ഒരു ഹോസ്റ്റ് പാത്ത് ടൈപ്പിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അതായത് നമ്മൾ നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഹോസ്റ്റ് മെഷീനിലാണ്. ഹോസ്റ്റ് മെഷീനിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ലാപ്ടോപ്പ് യൂസ് ചെയ്യാൻ നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻസസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ ക്ലൗഡ് എൻവയോൺമെൻറ്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിൽ തന്നെ നമുക്ക് വിർച്വൽ മെഷീൻസ് ക്രിയേറ്റ് ചെയ്യാം, നമുക്ക് VMware വിർച്വൽ ബോക്സോ ഒക്കെ വെച്ചിട്ട്. എന്തായിരുന്നാലും ആ ഒരു ഹോസ്റ്റ് മെഷീനിൽ നമ്മൾ നോട്ട്സ് ക്രിയേറ്റ് ചെയ്യും. ആ ഒരു നോട്ട്സിലാണ് പിന്നീട് നമ്മൾ ഈ ഒരു പോർട്സ് എല്ലാം റൺ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ആ ഒരു ഫിസിക്കൽ ഫയൽ സിസ്റ്റം, ആ ഒരു ഫയൽ സിസ്റ്റം ഫിസിക്കലോ വിർച്വലോ എന്തായിരുന്നല്ലോ ആ ഒരു ഫയൽ സിസ്റ്റം ഹോസ്റ്റ് എൻവയോൺമെൻറ്റിലുള്ള അതിലോട്ടാണ് റിഫർ ചെയ്യുന്നത് ഹോസ്റ്റ് പാത്തിൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ അടുത്ത വന്നിട്ട് കോൺഫിഗ് മാപ്പും അതിനടുത്തത് സീക്രട്ടുമാണ്. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതായതുകൊണ്ട് ഇവിടെ ഞാനിപ്പോൾ അതിന് ടൈം കളയുന്നില്ല. ഓർമ്മയില്ലാത്തവർക്ക് ആ പഴയ സ്ലൈഡ് കണ്ടു കഴിഞ്ഞാൽ ഒന്നുകൂടെ മനസ്സിലാവും അതിനെക്കുറിച്ച്. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് PVC എന്ന് പറയും, അല്ലെങ്കിൽ പെർസിസ്റ്റൻ്റ് വോളിയം ക്ലെയിം. അപ്പോൾ നമ്മൾ ബാക്ക്-എൻഡ് കണക്റ്റിംഗ് ടു സ്റ്റോറേജ് ബാക്ക്-എൻഡ്സിലേക്ക് NFS ഓർ ക്ലൗഡ് സ്റ്റോറേജ് പ്രൊവൈഡേഴ്സ്, അതായത് നമ്മൾ മുമ്പ് ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് മറ്റെവിടെയെങ്കിലും ആണ് ഡേറ്റ സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ ഈ ഒരു പോർട്സിൽ നിന്ന് കണ്ടെയ്നേഴ്സ് കാരണം ജനറേറ്റ് ആയി വരുന്ന ഡേറ്റ സ്റ്റോർ ചെയ്യേണ്ടത് മറ്റേതെങ്കിലും ക്ലൗഡിലുള്ള സ്റ്റോറേജ് സർവീസസിലോ അല്ലെങ്കിൽ NFSലോ ഒക്കെയാണ് സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ക്ലെയിം ചെയ്യണം. അപ്പോൾ അതിനുള്ള ഒരു അതും ഒരു ടൈപ്പ് ഓഫ് വോളിയമായിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ പെർസിസ്റ്റൻ്റ് വോളിയം ക്ലെയിം എന്ന് പറയുന്നത്. നമ്മൾ എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതും പോഡിൻ്റെ വോളിയമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പെർസിസ്റ്റൻ്റ് വോളിയം ക്ലെയിം ചെയ്യണം, പിന്നീടാണ് നമ്മൾ ആ ഒരു കറസ്പോണ്ടിങ് വോളിയം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഈ പറഞ്ഞ NFSലോട്ട് സ്റ്റോർ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റ് ക്ലൗഡ് സ്റ്റോറേജ് പ്രൊവൈഡേഴ്സിൻ്റെ സ്റ്റോറേജ് സർവീസസിലോട്ട് കണക്ട് ചെയ്ത് ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്ന കേസിലൊക്കെയാണ് ഇത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നീട് അടുത്തത് നമ്മൾ ഈ പറഞ്ഞ പോലെ NFS. അപ്പോൾ അങ്ങനെയും പറഞ്ഞൊരു ഫയൽ സിസ്റ്റം ഉണ്ട് നമുക്ക് ഡയറക്റ്റ്ലി കണക്ട് ചെയ്യാനായിട്ട്. കണക്ട് ടു ആൻ എക്സ്റ്റേണൽ NFS സെർവർ ഉണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ മറ്റ് പോർട്സോ അല്ലെങ്കിൽ മറ്റ് മൾട്ടിപ്പിൾ നോട്ട്സിലുള്ള മറ്റ് പോർട്സിലോട്ടൊക്കെ നമുക്ക് ഡേറ്റ ഷെയർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. NFS അറിയാമല്ലോ, നമുക്ക് നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റം ആയതുകൊണ്ട് ഡേറ്റ ഷെയറിങ് പോസിബിൾ ആണ്. ഓക്കെ, സെയിം കേസ് തന്നെയാണ് നമ്മൾ ഇവിടെ കുബർനെറ്റീസിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നീട് വരുന്നതാണ് CSI കണ്ടെയ്നർ സ്റ്റോറേജ് ഇൻ്റർഫേസ് എന്ന് പറയും. ഇത് ആക്ച്വലി ഒരു പ്ലഗിനാണ്. എന്തിനാണ്? കണക്റ്റിംഗ് കുബർനെറ്റീസ് തേർഡ് പാർട്ടി സ്റ്റോറേജ് പ്രൊവൈഡേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലഗിനായിട്ടാണ് ഇത് ആക്ച്വലി യൂസ് ചെയ്യുന്നത് നമ്മൾ.
മറ്റ് തേർഡ് പാർട്ടി സ്റ്റോറേജ് ഡിവൈസസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്, പ്രൊവൈഡേഴ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്ലൗഡ് സ്റ്റോറേജ് തന്നെ AWSൻ്റെ EBS വരും, അല്ലെങ്കിൽ അഷ്യൂർ ഡിസ്ക് വരും, അല്ലെങ്കിൽ ഓൺ പ്രൊമിസസിലുള്ള സാൻ സ്റ്റോറേജസ്, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് സ്റ്റോറേജസ്, എങ്ങനെയുള്ള സെഫ്, പിന്നെ ക്ലസ്റ്റർ FS എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ തേർഡ് പാർട്ടി സ്റ്റോറേജ് സർവീസസുമായിട്ട്, ഡിവൈസസുമായിട്ട് ഇൻ്റർഫേസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു പ്ലഗിനാണ് ആക്ച്വലി ഈ പറഞ്ഞ CSI കണ്ടെയ്നർ സ്റ്റോറേജ് ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുബർനെറ്റിസിൽ. അപ്പോൾ ആ പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ് CSI നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നീട് പ്രൊജക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മൾട്ടിപ്പിൾ വോളിയം സോഴ്സസ് നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഒറ്റ വോളിയമാക്കിയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനത്തെ ഒരു യൂസ് കേസ് വരികയാണെങ്കിൽ അതിനാണ് നമ്മൾ പ്രൊജക്റ്റഡ് എന്ന് പറഞ്ഞൊരു വോളിയം ടൈപ്പ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ കോൺഫിഗ് മാപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, സീക്രട്സ് യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ മൾട്ടിപ്പിൾ വോളിയം ടൈപ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഒറ്റ വോളിയം ടൈപ്പ് ആക്കിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊജക്റ്റഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നീട് ഓഫ് കോഴ്സ് EBS, നമ്മുടെ AWSലുള്ള സ്റ്റോറേജ് ടൈപ്പാണ് EBS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം എക്സ്ക്ലൂസീവായിട്ട് അതിലോട്ട് നമുക്ക് കണക്ട് ചെയ്യണമെങ്കിൽ, ബ്ലോക്ക് സ്റ്റോറേജിലോട്ട് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ EBS വോളിയം ടൈപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് സ്പെസിഫിക്കലി എക്സ്ക്ലൂസീവ്ലി ഫോർ AWS എൻവയോൺമെൻറ്റ്സിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ അതുപോലെ തന്നെയാണ് അഷ്യൂർ ഡിസ്കിൻ്റെ കേസ് എടുത്താൽ നമ്മൾ അഷ്യൂറിൻ്റെ കുബർനെറ്റിസ് സർവീസ് AKSൽ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, ഈ ഒരു കുബർനെറ്റിസ് ഡേറ്റ സ്റ്റോറേജിന് വേണ്ടിയിട്ട് പെർസിസ്റ്റന്റ് സ്റ്റോറേജിന് യൂസ് ചെയ്യുന്നെങ്കിൽ നമുക്കിവിടെ അഷ്യൂർ ഡിസ്ക് എന്ന് പറഞ്ഞ വോളിയം ടൈപ്പ് യൂസ് ചെയ്യാം. അപ്പോൾ മെയിനായിട്ട് ഇത്രയൊക്കെയാണ് വോളിയം ടൈപ്സ് ഉള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ബ്രീഫായിട്ടുള്ള ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നതാണ്. കാരണം ഇത് വളരെ കുബർനെറ്റിസ് ടോട്ടലി ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ ഒരു വളരെ വാസ്റ്റായിട്ടുള്ളൊരു സിലബസാണ്. നമുക്കത് കുറച്ച് ടൈമിലൊന്നും നമുക്കത് നമുക്ക് ഫുൾ ഡോക്യുമെൻറ്റേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത് പോലെ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. കാരണം ബേസിക്സ് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഓരോ യൂസ് കേസ് വരുമ്പോൾ പ്രൊജക്റ്റ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് റെഫർ ചെയ്യാം. ഒരുപാട് മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഓൺലൈൻ തന്നെ അവൈലബിൾ ആണ്. പിന്നീട് അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ ലക്ഷ്യം. നിങ്ങൾക്ക് ബേസിക്സ് വളരെ തറവാക്കി മനസ്സിലാക്കി തരിക എന്നുള്ളത്. അപ്പം ഈ ഒരു ബേസിക്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ആ ഒരു പ്രൊജക്റ്റിലോട്ട് അപ്രോച്ച് ചെയ്യാനുള്ള ഒരു പേടി നിങ്ങൾക്ക് മാറിക്കിട്ടും, നിങ്ങൾക്ക് ചെയ്ത് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് പല ബിഗിനേഴ്സിനും ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ നെക്സ്റ്റ് സെഷനിൽ നോക്കാം.